വേദിയിലെയും സദസ്സിലെയും സുഹൃത്തുക്കളെ, ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുമ്പോൾ ചെറുപ്പക്കാരില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇവിടെ. പക്ഷെ അത് സാരമില്ല, കാരണം ഈ പുസ്തകത്തിലൂടെയാണ് അവരറിയുന്നത്. പുതിയ ചെറുപ്പക്കാരെ നമുക്കൊരു മീറ്റിങ്ങിന് വിളിച്ചിരുത്തിയാൽ അവർ വരണം എന്നില്ല. കാരണം ഈ പുസ്തകത്തിലൂടെ മാത്രമേ നമുക്ക് അവരെ അറിയിക്കാൻ പറ്റൂ. അതിനുള്ളൊരു നല്ല ഉദ്യമമാണ്, ആ പുസ്തകമാണ് എനിക്ക് ഏറ്റുവാക്കാൻ കഴിഞ്ഞത്. വക്കം അബ്ദുൽ ഖാദറിൻ്റെ കഥ, അത് മലയാളത്തിലെ ആധുനിക സാഹിത്യ നിരൂപണത്തിൻ്റെ കഥയാണ്. വക്കം അബ്ദുൽ ഖാദർ എഴുതി തുടങ്ങിയത് 1940കളിലാണ്. ഈ 40കളുടെ ഒരു പ്രത്യേകത, 30കളുടെ അവസാനമാണ് അദ്ദേഹം എഴുതി തുടങ്ങിയത്. 1930കളോടുകൂടി അതുവരെ ഉള്ള കേരളത്തിലെ സാഹിത്യ നിരൂപണത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഒരു സ്ഥിതി വളരെ പരമ്പരാഗതമായ കാര്യങ്ങളെല്ലാം വീണ്ടും ആവർത്തിച്ച്, ഒരിക്കൽ കൂടി ആവർത്തിച്ച്, ഭാരതീയ ക്ലാസിക്കൽ സങ്കല്പങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന് വളരെ സന്തോഷത്തോടുകൂടി സാഹിത്യം എഴുതി, പ്രത്യേകിച്ചും കവിത എഴുതി, കവിതയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്ത് കവിതയെക്കുറിച്ച് മാത്രം പഠിച്ച് വരുന്ന ഒരു കാലമായിരുന്നു. സാഹിത്യ വിദ്യാഭ്യാസവും കോളേജുകളും പ്രൊഫസർമാരുമെല്ലാം ഈ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന സാഹിത്യ പഠന പദ്ധതിയെ, ആ ആശയങ്ങളെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് ഇതിന് പുറത്തും, നാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പുറത്തും ഒരു ലോകമുണ്ടെന്നും ആ ലോകത്തിലേക്ക് നാം സഞ്ചരിക്കേണ്ടതുണ്ടെന്നും കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞു തുടങ്ങിയത്. 30കളിൽ കേസരി ബാലകൃഷ്ണപിള്ള ഒരു പുതിയ വഴിയും ഒരു പുതിയ വെളിച്ചവും മലയാളികൾക്ക് മുമ്പിൽ, വായിക്കുന്ന മലയാളികൾക്ക് മുമ്പിൽ തുറന്നിട്ടു. കേസരി ബാലകൃഷ്ണപിള്ള തുറന്നിട്ട് ആ വഴിയിൽ സഞ്ചരിച്ച് ആ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ പുതിയ വഴികൾ വെട്ടിയ സാഹിത്യ നിരൂപകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. അദ്ദേഹം ഔപചാരികമായ വിദ്യാഭ്യാസം കുറവായിരുന്നു എന്ന് ആൽഫ ടീച്ചർ പറഞ്ഞല്ലോ. കുട്ടേഷമാരാർ അത്രയും പഠിച്ചില്ലല്ലോ, 10ാം ക്ലാസ്സും പഠിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ നിരൂപകനായി നിൽക്കുന്നത് കുട്ടേഷമാരാർ ആണ്. പിന്നെ ഇന്നും നമ്മൾ വായിക്കുന്ന ക്ലാസിക്കുകൾ എന്ന് പറയുന്ന പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യരാരും കോളേജിലൊന്നും പോയിട്ടേ ഇല്ല എന്നുള്ളതാണ്. ആ പുസ്തകങ്ങളാണ് നമ്മൾ ഇന്നും വായിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഇത്രയും കാലം കോളേജിലൊക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തവരാരും ഇതുപോലത്തെ പുസ്തകമൊന്നും എഴുതിയിട്ടുമില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ പഠിക്കാതിരിക്കുന്നത് ഒരു ഗുണമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ പഠിച്ചാൽ ചിലപ്പോൾ നമുക്കൊന്നും എഴുതാൻ പറ്റാതായിപ്പോൾ. എന്തായാലും ഈ പാരമ്പര്യത്തിനെ മാത്രം പിന്തുടർന്ന് നിന്ന് ഒരു പുതിയ വെളിച്ചത്തിലേക്ക്, ഒരു പുതിയ വഴിയിലേക്ക് അബ്ദുൽ ഖാദർ സഞ്ചരിക്കാൻ തുടങ്ങും. അബ്ദുൽ ഖാദർ സഞ്ചരിക്കാൻ തുടങ്ങും 40കളുടെ തുടക്കത്തിലാണ്. 40കൾ അതിതീവ്രമായൊരു കാലമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേരുപിടിക്കുന്നു, പുതിയ ആശയങ്ങൾ വരുന്നു, യുക്തിവാദം പോലുള്ള പ്രസ്ഥാനങ്ങൾ വരുന്നു. ദൈവത്തിലും ഏകദൈവത്തിലും കഠിനമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതത്തിൻ്റെ പിടിപാടിൽ നിന്ന് പുറത്തു നിൽക്കുകയും വിപ്ലവകരമായി ചിന്തിക്കുകയും ചെയ്യുന്ന റിബൽ എന്ന് പറയാവുന്ന ഒരാൾ രൂപപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് അബ്ദുൽ ഖാദറിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെല്ലാം എഴുതിയത് 40കളിലാണ്. ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന ചിത്രദർശിനി പോലും 1946ലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ചിത്രദർശിനി പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് നമ്മൾ ആലോചിക്കണം, അന്ന് എഴുത്തുകാരുടെ സ്ഥിതി എത്ര പരിതാപകരമായിരുന്നു. അബ്ദുൽ ഖാദർ ഈ പുസ്തകം തൃശ്ശൂരിലെ സരസ്വതി പ്രിൻറ്റിങ് ആൻഡ് അതിൻ്റെ സരസ്വതി ഇലക്ട്രിക് പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. അത് പ്രസിദ്ധീകരിച്ച് 2 രൂപയായിരുന്നു എന്ന പുസ്തകത്തിൻ്റെ വില. അതിൻ്റെ അടിയിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്, കോപ്പിറൈറ്റ് പ്രസാധകനാണ്. അബ്ദുൽ ഖാദറിന് ഇതിൽ നിന്ന് ഒരു പൈസയും കിട്ടിയില്ല എന്നർത്ഥം. പിന്നീട് വല്ലതും വിറ്റിട്ടുണ്ടെങ്കിലും അത് ആരുടെ വക മാത്രമാണ്. അതായത് പ്രസാധകന് നിസാര തുകയ്ക്ക് പുസ്തകം എഴുതി കൊടുത്ത് ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ട എഴുത്തുകാരായിരുന്ന കാലത്ത്, എഴുത്തുകാർക്ക് മാന്യമായി പ്രസാധകർ പ്രതിഫലം കൊടുക്കാതിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം ഇത് മുഴുവൻ എഴുതിയത്. അദ്ദേഹം ഈ എഴുത്തുകൊണ്ട് ജീവനോപായം അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയുമായിരുന്നില്ല. പിൽക്കാലത്തുള്ള സാമ്പത്തിക വിഷമങ്ങളുടെ കാര്യം ഇതാ. സാഹിത്യ നിരൂപണം എഴുതി ആരും ഇന്ന് വരെ സമ്പന്നരായിട്ടേ ഇല്ല. കേരളത്തിലെങ്കിലും നോവലോ വല്ലതും എഴുതിയാൽ മാത്രമേ സമ്പന്നരായി എഴുതി ജീവിക്കാൻ പറ്റുകയുള്ളൂ. കവിത എഴുതി ആർക്കും ജീവിക്കാൻ പറ്റില്ല. സാഹിത്യ നിരൂപണം എഴുതിയാൽ ഒരിക്കലും എഴുതി ജീവിക്കാനേ പറ്റില്ല. അതുകൊണ്ട് അതിൽ നമ്മളാരും വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ അബ്ദുൽ ഖാദർ എഴുതിയപ്പോൾ അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തുള്ളൂ. ഒന്ന്, നിലവിലുള്ള ഈ സാഹിത്യത്തിൻ്റെ രീതി അദ്ദേഹം അങ്ങ് മാറ്റിവെച്ചു. അപ്പോൾ ഈ നിലവിലുള്ള സാഹിത്യം മാറ്റിവെക്കുമ്പോൾ ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോഴും തന്നെ
ചില ആളുകൾ എപ്പോഴും നമ്മൾ വായിച്ചതിൽ തന്നെ സായാഹ്ന സവാരിക്ക് പോകുന്ന ആളുകളുണ്ട്. നമ്മൾ വായിച്ചതിനപ്പുറം, പണ്ട് വായിച്ചതോ പഠിച്ചതിനോ അപ്പുറം പുറത്തുള്ള ലോകത്തേക്ക് അവർ ഒരിക്കലും അവരുടെ പ്രഭാത സവാരിക്കും പോവില്ല, സായാഹ്ന സവാരിക്കും പോവില്ല. അവരതിനകത്ത് അങ്ങ് ഉണ്ട് താമസിക്കുക. ഈ ആളുകൾ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഇപ്പോൾ സാഹിത്യ നിരൂപകരുണ്ടോ? സാഹിത്യ നിരൂപണം മരിച്ചു പോയില്ലേ? ഇങ്ങനെ ഒബിച്ചറി എഴുതുന്ന ആളുകൾ അവരല്ല. അത് നമ്മുടെ എഴുത്തുകാരും പിന്നെ ഉണ്ട്. എനിക്കൊരു സാഹിത്യ നിരൂപകൻ്റെ ആവശ്യമില്ല എന്നവർ പ്രസ്താവിച്ചു കളയും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇയാൾ എഴുതിയത് മുഴുവൻ ലോകോത്തര സാഹിത്യമാണെന്ന് നമ്മൾ പ്രശംസിച്ച് പറയണം. പ്രശംസിച്ചില്ലെങ്കിൽ സാഹിത്യ നിരൂപകൻ ഒരു വർഗ്ഗശത്രുവും മരിച്ചുപോയ ഒരാളും അങ്ങനെ ഒരു പ്രസ്ഥാനം ഇല്ല എന്ന് പറയും. പിന്നെ ചില വായനക്കാരുണ്ട്, അവരെല്ലാം പഠിച്ച് പാസ്സായി കഴിഞ്ഞു, പിന്നെ ഒന്നും ഭൂമിയിലില്ല. എന്നുവെച്ചാൽ തങ്ങളുടെ അറിവിന് പുറത്ത് സംഭവിക്കുന്നതിന് ഒന്നിനും വിലയില്ല എന്ന്, ഞാനില്ലാത്തത് കൊണ്ട് ഈ ലോകവും ഞാൻ അറിയാത്തത് കൊണ്ട് ഈ ലോകവും നിലനിൽക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന വായനക്കാർ. ഇത്തരം എഴുത്തുകാരുടെയും വായനക്കാരുടെയും ഇടയിലാണ് എല്ലാ കാലവും സാഹിത്യ നിരൂപകർ സഞ്ചരിച്ചിരുന്നത്. അതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് വക്കം അബ്ദുൽ ഖാദർ. അദ്ദേഹത്തിൻ്റെ കാലത്തെ സാഹിത്യധാരണകളെ മുഴുവൻ അദ്ദേഹം അങ്ങ് മാറ്റിവെച്ചു. ആ മാറ്റിവെക്കൽ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന സാഹിത്യധാരണ, ഒന്ന്, സാഹിത്യകാരന്മാരെല്ലാം രാവിലെ മുതൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെന്ന് പാർട്ടി സെക്രട്ടറി, വിനയ വിശ്വം ഇരിക്കുന്നുണ്ടല്ലോ കേട്ടോ ഞാൻ പറയുന്നത്, പാർട്ടി സെക്രട്ടറി പറയുന്നതനുസരിച്ച് ഇൻകുലാബ് വിളിക്കണം. പിന്നെ രാവിലെ മുതൽ സാമൂഹ്യ പുരോഗതി അങ്ങുണ്ടാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ പുരോഗമന സാഹിത്യകാരൻ, കേരളം മുഴുവൻ സാഹിത്യകാരൻ ഏത് ചേരിയിൽ എന്നിങ്ങനെ ഇടതുപക്ഷക്കാർ, അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് പുരോഗമന സാഹിത്യ സംഘം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അബ്ദുൽ ഖാദർ എഴുതി കക്ഷിപിടുത്തത്തിൻ്റെ വികലതകൾ എന്നൊരു ലേഖനം എഴുതി. സാഹിത്യം ഇതിനുള്ള ഇതല്ല എന്ന് അന്ന് തുറന്നു പറഞ്ഞ ചെറുപ്പക്കാരായ നിരൂപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ പുരോഗമന സാഹിത്യ കോലാഹലം ഒരിടത്ത്, മറുവശത്ത് പാരമ്പര്യത്തിൻ്റെ താങ്ങാനാവാത്ത ഭാരം എന്ന് പറഞ്ഞാലും പറയും. ഭരതം പറഞ്ഞിട്ടുണ്ട്, ആനന്ദവർദ്ധനം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഇങ്ങനെ ഇതിന് രണ്ടിനും ഇടയിലൂടെ സഞ്ചരിച്ച് എഴുത്ത് ഒരു സ്വതന്ത്ര പ്രവർത്തനമാണ്, എഴുത്തുകാരനും കലാകാരനും സ്വതന്ത്രനായ വ്യക്തിയാണ് എന്ന് സ്ഥാപിച്ചു തുടങ്ങിയ ആദ്യത്തെ ആളുകളിൽ ഒരാളാണ് അബ്ദുൽ ഖാദർ. ഇതിൻ്റെ കാരണം കേസരി ബാലകൃഷ്ണ പിള്ളയുടെ സൈദ്ധാന്തികമായ പിൻബലമാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാഹിത്യ നിരൂപണം മരിച്ചുപോയി, എൻ്റെ 16 അടിയന്തരം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഓരോ കൃതികൾ എടുത്തിട്ട്, പണ്ട് സാഹിത്യ നിരൂപണത്തെക്കുറിച്ചുള്ള സങ്കല്പം അങ്ങനെ, നിരൂപകൻ ഇങ്ങനെ കൃതി വായിച്ചിട്ട് ഇത് കൊള്ളാമോ കൊള്ളൂലേ, ഇതിന് ഗുണമുണ്ടോ, ഗുണമില്ലെന്ന് പറയണം, ഇത് ഇന്നൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പം അങ്ങനത്തെ വില്ലേജ് ഓഫീസറൊന്നും അല്ലല്ലോ സാഹിത്യ നിരൂപകൻ. ഈ കാലത്ത് സാഹിത്യ നിരൂപണത്തിൻ്റെ ജോലിയും അതല്ല. ഈ ഒരു കൃതി കൊള്ളാമോ കൊള്ളൂലേ എന്നറിയാം സാഹിത്യ നിരൂപണം പറയേണ്ട വായനക്കാർക്ക് അറിയാം. അപ്പം അങ്ങനെ പറയുന്നതിലാണ് സാഹിത്യ നിരൂപണമെന്ന് ഇപ്പോഴും ധരിച്ചു വശായിരിക്കാൻ. ഇതല്ല സാഹിത്യ നിരൂപണമെന്നും, അത് തിയറട്ടിക്കലായ സൈദ്ധാന്തികമായ ഒരു കാര്യമാണെന്ന്. അപ്പോൾ ഒറ്റ കൃതി എടുത്ത് പഠിക്കലൊന്നുമല്ല. ഒരു സാഹിത്യ രൂപത്തെയോ സാഹിത്യം എന്ന വിഷയത്തെയോ കല എന്ന വിഷയത്തെയോ പഠിക്കലാണ് തൻ്റെ ജോലി എന്ന് കണ്ടെത്തിയ മലയാളത്തിലെ ആദ്യ നിരൂപകരിൽ ഒരാൾ കൂടിയാണ് വക്കം അബ്ദുൽ ഖാദർ. അത് ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകം പുനഃപ്രകാശനം ചെയ്യുന്ന ഈ വേദിയിൽ വന്നിരുന്ന അദ്ദേഹം മഹാനാന്ന് പറയണം എന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ട് കീഴ്വഴക്കം. ആ കീഴ്വഴക്കം അനുസരിച്ച് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പണ്ട് വളരെ ചെറുപ്പത്തിലെ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് അത് എവിടെ അച്ചടിച്ചു എന്ന് പോലും ഞാൻ ഈ കൃത്യമായി ഓർത്ത് പറയുന്നത്. അപ്പം അങ്ങനെ സൈദ്ധാന്തികമായി ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. എന്താണ് കല? വിമർശനം സൃഷ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കലയുടെ പ്രശ്നം, കലാകാരൻ സ്വതന്ത്രനാണ്. ഇങ്ങനെ എന്താണ് കല, കലയുടെ പ്രവർത്തനം എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൈദ്ധാന്തികമായ നിരൂപണത്തിൻ്റെ ഉദാഹരണമായി പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആശയം വിമർശനം സൃഷ്ടിയാണ്. മറ്റൊരു കൃതി ആശ്രയിച്ച് അത് ഗുണമാണോ ദോഷമാണോ എന്ന് പറയുന്ന പാചകക്കാരൻ്റെയോ ടേസ്റ്ററുടെയോ പണിയല്ല സാഹിത്യ നിരൂപകൻ്റേത്. സാഹിത്യം നോവൽ എഴുത്തുപോലെ കവിത എഴുത്തുപോലെ മറ്റൊരെഴുതരം എഴുത്താണ് എന്ന്, വിമർശനം സൃഷ്ടിയാണെന്ന് പറഞ്ഞു. ഈ ആശയം 1940കളിലാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഈ 25-30 കൊല്ലം കഴിഞ്ഞിട്ട് മലയാളത്തിലെ ആധുനികതാ നിരൂപണം, മോഡേണിസ്റ്റ് KP അപ്പനും ഒക്കെ ഉൾപ്പെടുന്ന ആധുനികതാ നിരൂപകർ ഇതേ ആശയം വീണ്ടും പറയുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അബ്ദുൽ ഖാദറിനെ മുഴുവൻ വായിച്ചാൽ, ഈ തൂലികാചിത്രങ്ങളല്ല മറ്റേത് വായിച്ചാൽ മനസ്സിലാവും, മലയാളത്തിലെ ആധുനികതാ നിരൂപണത്തിൻ്റെ വേരുകൾ തപ്പി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പൂർവാചാര്യനായിട്ട് കേസരിയെ കാണുമെങ്കിലും അതിൻ്റെ ആദ്യത്തെ പ്രയോഗം നടത്തിയ ആളുകളിൽ ഒരാൾ വക്കം അബ്ദുൽ ഖാദറാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ പ്രകാശനം ചെയ്ത തൂലികാചിത്രങ്ങൾ, ചിത്രമണ്ഡപം, ചിത്രദർശിനി എന്നീ 3 പുസ്തകങ്ങളിൽ ഒരുമിച്ച് ചേർത്ത് ഒറ്റ എഡിഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ തൂലികാചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ അബ്ദുൽ ഖാദർ ഇത് എഴുതി തുടങ്ങുന്നതിന് 20 കൊല്ലം മുമ്പ് ഈ പരിപാടി ലോകത്ത് തന്നെ ആരംഭിച്ച്.
ഇത് ശരിക്കും തുടങ്ങിയത് പത്രപ്രവർത്തനവും സാഹിത്യവും തമ്മിലുള്ള ഒരു വിവാഹ ബന്ധമായത്. പത്രപ്രവർത്തനം കൊണ്ട് സാഹിത്യവും കൂടെ ഒരുമിച്ച് ചേരും തൂലികാ ചിത്രത്തിൽ. ഇത് സാഹിത്യ വിമർശനമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പത്രപ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് രണ്ടുമുണ്ട്. ശരിക്കും ന്യൂയോർക്കർ മാഗസിനിൽ ഈ ജെയിംസ് മഗിനസ് എന്ന് പറഞ്ഞ് പഴയ ഒരു കോളംനിസ്റ്റ് ഉണ്ടായിരുന്നു. അയാളെ ആ വാക്ക് പോലും പ്രൊഫൈൽ എന്നാണ്, ഈ ഒരു ബയോഗ്രഫിക്കൽ എസ്സേയാണ്. എന്നാൽ ഇത് ആൽഫ്രഡ് ടീച്ചർ സ്വാഗതം പറഞ്ഞത് ബയോഗ്രഫിക് ആണിത്, എന്നാൽ ബയോഗ്രഫി അല്ല. അപ്പോൾ ഈ പ്രൊഫൈലിംഗ് ആണ്. പ്രൊഫൈലിൻ്റെ മലയാളമായിട്ടാണ് തൂലികാ ചിത്രം എന്ന് പറയുന്നത്. കാരണം ഈ പ്രൊഫൈൽ എന്നൊരു ലത്തീൻ വാക്കാണ്. ആ ലത്തീൻ വാക്കിൻ്റെ അർത്ഥം തന്നെ വരയ്ക്കുക എന്നാണ്, ഒരു വര വരയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് മലയാളത്തിൽ കണ്ടുപിടിച്ചത്, ഇതിനു മുമ്പ് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് അവതാരികയിൽ എം കെ സാനു പറയുന്നുണ്ട്. ശരിയല്ല, ഇത് കണ്ടുപിടിച്ചത് ഇ വി കൃഷ്ണപിള്ളയാണ്. ഇ വി കൃഷ്ണപിള്ള മുഴുവൻ തൻ്റെ പരിചയക്കാരെ മുഴുവൻ ഹാസ്യാത്മകമായി പരിഹാസരൂപേണ ചിത്രീകരിച്ച് എഴുതിയ. എന്നാൽ ഇതിനൊരു ഒരു 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 കുറേ കൂടി ലിറ്റററി എഡ്ജ് കൊടുത്തു എന്നുള്ളതാണ് വക്കം അബ്ദുൽ ഖാദറിൻ്റെ പ്രത്യേകത. ഈ തൂലികാ ചിത്രങ്ങളിൽ കേസരി ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് എഴുതിയ ആ ഒരു പ്രൊഫൈൽ മാത്രം നോക്കിയാൽ മതി. അത് തുടങ്ങുന്നത് ഇങ്ങനെ, അതിൻ്റെ ഇൻട്രോ, പത്രക്കാരുടെ ഭാഷയിൽ ഇൻട്രോ എന്ന് പറയും. ഇൻട്രോയ്ക്ക് വേണ്ടിയാണ് പത്രക്കാരുടെ ബഹളം മുഴുവൻ. അത് വളരെ പെനട്രേറ്റിംഗ് ആയ ഇൻട്രോ. അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ അടിച്ചൊതുക്കിയ ഒരു ഈ കാലത്തിനും കഴിഞ്ഞ കാലത്തിനുമുള്ള ഒരു ശകാരവർഷം പോലെയാണ് അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പ്രകടനം പോലെയാണ് കേസരി ബാലകൃഷ്ണപിള്ള. സത്യത്തിൽ വ്യാകരണ പണ്ഡിതന്മാർക്ക് വേണമെങ്കിൽ ഇതിനെ പിടിക്കാം. കാരണം ഒരാളിനെ ഉപമിക്കുമ്പോൾ അത് ഒരു നപുംസക പദത്തോട് ഉപമിച്ചുകൂടാ. ഒരാളിനെ പ്രക്ഷോഭത്തോടെ എങ്ങനെ ഉപമിക്കാൻ പറ്റുന്നേ? ഒരാളിനെ മറ്റൊരു വ്യക്തിയോടോ ജീവജാലത്തോടോ ഒരു ക്രിയയോടോ ഒക്കെ ഉപമിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു പ്രക്ഷോഭത്തെ പോലെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പറയുന്നു, അദ്ദേഹം നാട് കടത്തപ്പെട്ട തിരുവനന്തപുരത്ത് നിന്ന് പരവൂരേക്ക് താമസം മാറ്റിയതിനെ കുറിച്ചാണ്. പരവൂരല്ല, പറവൂരേക്ക്. അദ്ദേഹം അടിച്ചൊരു മൂലയിലൊതുക്കിയ പ്രക്ഷോഭത്തെ പോലെ അവിടെ കഴിയുകയാണ്, അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ട വിപ്ലവത്തെ പോലെ. എന്നിട്ട് ഇങ്ങനെ കേസരി ബാലകൃഷ്ണപിള്ള എങ്ങനെയാണ് നമ്മുടെ കാലത്തെ മാറ്റിയതെന്ന് പറയും. ഈ ഭാഷയുണ്ടല്ലോ, നമുക്കിന്ന് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. അടിച്ചൊതുക്കിയ നാട് കടത്തപ്പെട്ട പ്രക്ഷോഭത്തെ പോലെ ആയിരുന്നു, വിപ്ലവത്തെ പോലെ ആയിരുന്നു കേസരി എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വികാരവും ആണ്, നമ്മൾ സമ്മതിക്കും. പക്ഷേ 80 കൊല്ലം മുമ്പുള്ള കേരളത്തിലെ പണ്ഡിതന്മാരും സാധാരണ വായനക്കാരും ഇത് വായിച്ചത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. സാഹിത്യ നിരൂപണവും സാഹിത്യമൊക്കെ വായിക്കും മനസ്സിലാകുന്നില്ല എന്ന് പറച്ചിലാണല്ലോ നമ്മുടെ. പുതിയ ആളുകൾ എഴുതുന്നൊന്നും മനസ്സിലാവില്ല എന്ന് പറയും. അതിൻ്റെ കാര്യം അബ്ദുൽ ഖാദർ എഴുതിയപ്പോഴും ഇത് തന്നെ പറഞ്ഞിരുന്നത്. എൻ കൃഷ്ണപിള്ള 1946 47 ഒക്കെ ഭഗ്നഭവന, അനുരഞ്ജനം തുടങ്ങിയ ഈ നാടകങ്ങൾ എഴുതിയപ്പോൾ മലയാളികളൊക്കെ പറഞ്ഞു, അയ്യോ മനസ്സിലാകുന്നില്ല എന്ന് വലിയ നിലവിളിയാണ്. ഇന്ന് വായിക്കുന്ന ആർക്കെങ്കിലും ഇതിന് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അന്ന് 80 കൊല്ലം മുമ്പുള്ള കേരളത്തിലെ നടപ്പ് ഭാഷ എന്തായിരുന്നെന്നറിയാവോ? ഒരു കവിത എടുത്തു വെച്ച്, ഇത് അതിമനോഹരവും ഹൃദയാവർജകവും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതുമായ ഒരു കാവ്യതല്ലജമാണ് എന്നാണ് മലയാളി സാഹിത്യ പണ്ഡിതന്മാരും നിരൂപകർ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഒരാൾ എഴുതുന്നു, ഇന്നത്തെ കാലത്തിന് വേണ്ടിയുള്ള ഒരു ശകാരവർഷമാണ്, നാടുകടത്തപ്പെട്ട ഒരു വിപ്ലവമാണ് ഈ മനുഷ്യൻ എന്ന് പറയും. ഈ ഭാഷയിൽ നിന്നാണ് പിന്നീട് പ്രസന്നരാജൻ ഉൾപ്പെടെയുള്ള ആധുനികതാ നിരൂപകരുടെ വളരെ ക്ഷോഭിക്കുന്ന വളരെ മെറ്റഫോറിക്കലായ ഒരു ഭാഷ രൂപപ്പെട്ടത്. ഇങ്ങനെയുള്ളൊരു പൈതൃകമാണ് ശരിക്ക് വക്കം അബ്ദുൽ ഖാദർ നമുക്ക് മുന്നിൽ അവശേഷിപ്പിച്ചു പോകുന്നത്. തൂലികാ ചിത്രങ്ങൾ അതിൻ്റെ ഒരു വശം മാത്രമാണ്. ശരിക്കും അദ്ദേഹം എഴുതിയ സാഹിത്യ നിരൂപണ ലേഖനങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച മൗലികമായ സംഭാവന എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് പുനഃപ്രകാശനം ചെയ്യുന്നതിലൂടെ സുഹൈർ സാറും അൽഫ ഹിഷാമും അജീർ കുട്ടിയും ഒക്കെ ചെയ്യുന്നത് ഒരു പ്രക്ഷോഭകരമായ കാലത്തെ, അല്ലെങ്കിൽ നാം വേണ്ട വിധം തിരിച്ചറിയപ്പെടാതെ പോയ ഒരു വിപ്ലവത്തെ വീണ്ടും കേരളത്തിൻ്റെ സാംസ്കാരികമായ സ്മരണയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ അസാധാരണമായൊരു വീണ്ടെടുപ്പിൻ്റെ പുസ്തകമാണ് ഇത്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലോകത്തെല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് എം കൃഷ്ണനായർ. നിങ്ങൾക്കറിയില്ല, കൃഷ്ണനായർ സാറ് ചീത്ത പറയാത്ത ആരുമില്ല. എന്നാൽ കൃഷ്ണനായർ സാറ് ചീത്ത പറയാത്ത വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അതിലൊന്ന് ഒ വി വിജയനാണ്. സാഹിത്യകൃതികൾ വായിച്ച് എം ടി വാസുദേവൻ ഒ വി വിജയനെ ഒന്നും പറഞ്ഞിട്ടില്ല, രണ്ടുപേരെക്കുറിച്ചും പ്രശംസിച്ചിട്ടുണ്ട്. അല്ലാതെ വ്യക്തികളുണ്ട്, പക്ഷെ അദ്ദേഹം ആരാധ്യ പുരുഷനായി കണ്ട ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് വക്കം അബ്ദുൽ ഖാദറായിരുന്നു. 1942 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ യൂജിൻ ഓനീലിൻ്റെ ബിയോണ്ട് ദ ഹൊറൈസൺ എന്ന് പറഞ്ഞ നാടകത്തെക്കുറിച്ച് വക്കം അബ്ദുൽ ഖാദർ എഴുതിയ ലേഖനം വായിച്ചാണ് ഞാൻ വിശ്വസാഹിത്യത്തിലേക്ക് ആകൃഷ്ടനായത് എന്ന് കൃഷ്ണനായർ കൺഫസ് ചെയ്തിട്ടുണ്ട്.
ഈ പിൽക്കാലത്ത് ഈ സാഹിത്യവാരഫലം എഴുതിയ കൃഷ്ണൻ നായരെ സൃഷ്ടിച്ച മൂശ ശരിക്ക് അബ്ദുൽ ഖാദറിൻ്റേത് ആയിരുന്നു. പിന്നീട് ഈ സാഹിത്യവാരഫലത്തിൽ എത്രയോ തവണ അബ്ദുൽ ഖാദറുമായിട്ട് മ്യൂസിയത്തിൽ നടക്കാൻ പോയത്. അബ്ദുൽ ഖാദറിനെ കാണാൻ അദ്ദേഹം ഇങ്ങനെ സുന്ദരനായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ കാണാൻ സുഹൈർ സാറിനെയൊക്കെ പോലെ ആയിരിക്കുമല്ലേ ഇരുന്ന്. അപ്പോൾ ഈ അദ്ദേഹത്തെ കാണാനായിട്ട് ഈ അന്നത്തെ ചെറുപ്പക്കാരികൾ, നിങ്ങൾ 50കളിലൊക്കെ സുന്ദരികളായ സ്ത്രീകൾ, മേക്കപ്പൊന്നും ഇല്ലാത്ത ശാലീനകളായ സ്ത്രീകൾ അബ്ദുൽ ഖാദറിൻ്റെ ആരാധകരായി അദ്ദേഹത്തിന് ചുറ്റും കൂടുന്നതിനെക്കുറിച്ച് കൃഷ്ണൻ നായർ വിവരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടികളുടെ സ്വഭാവം എന്താണെന്ന് അവർ പോകുമ്പോൾ അദ്ദേഹം അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടും ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു അബ്ദുൽ ഖാദർ കൃഷ്ണൻ നായരെ പോലെ ഒരു ദോഷൈക ദൃഷ്ടിന് പോലും ആരാധ്യ പുരുഷനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ നിങ്ങൾ വീണ്ടും ചരിത്രത്തിലേക്ക് വിളിച്ചുണർത്തുന്നു എന്നുള്ളത് ചെറിയ ഒരു കാര്യമല്ല. നിങ്ങളെ സംബന്ധിച്ചൊരു ചെറിയ കാര്യമെങ്കിലും മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ ചുവടുവയ്പ്പാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.